വെൽക്കം ടു PSC റാങ്കർ. ഇന്ത്യ അപ്പോയിൻമെൻറ്റ്സ്, ഹൂ ഈസ് ഹൂ, അതായത് ഇന്ത്യ നിയമനങ്ങൾ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളിലാണ് ഭരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണവർക്കും അതുപോലെ PSC പരീക്ഷ എഴുതുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഇനി വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇനി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആണ് പ്രധാനമന്ത്രി. ഇനി അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഇനി സ്പീക്കർ ഓഫ് ലോക്സഭ സ്പീക്കർ ഓം ബിർള. ഇനി ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇനി രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. ഇനി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഇനി രാജ്യസഭ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയാണ്. ഇനി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ രാജ്യസഭ, അതായത് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, അത് മല്ലികാർജുൻ ഖാർഗെയാണ്. ഇനി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇനി നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ്. ഇനി CEO ഓഫ് നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ CAG ഓഫ് ഇന്ത്യ K സഞ്ജയ് മൂർത്തിയാണ്. ഇനി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇനി സോളിസിറ്റർ ജനറൽ തുഷാർ മെഹത്തയാണ്. ഇനി ചീഫ് ഓഫ് CDS, അതായത് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ആണ്. ഇനി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കരസേന മേധാവി അത് ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇനി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അല്ലെങ്കിൽ നാവികസേന മേധാവി അത് ദിനേശ് കുമാർ ത്രിപാഠി. ഇനി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ്, അല്ലെങ്കിൽ AP സിംഗ്. ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് സഞ്ജീവ് ഖന്നയാണ്. ഇനി 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അത് അരവിന്ദ് പനഗരിയ. ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ഇനി ഡിഫൻസ് സെക്രട്ടറി, അതായത് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അത് വിജയഭാരതി സായാനി. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് ഹീരാലാൽ സമരിയ. ഇനി നാഷണൽ വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്ഗർ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഇനി NCPCR ചെയർപേഴ്സൺ, അതായത് മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക കണ്ണുങ്കോ. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ, അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അത് ഇക്ബാൽ സിംഗ് ലാൽപുര. ഇനി നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ചെയർമാൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ അത് ഹൻസിരാജ് ഗംഗറാം ആഹിർ. നാഷണൽ SC കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന.
ഇനി നാഷണൽ ST കമ്മീഷൻ ചെയർമാൻ, അതായത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ഇനി ISRO ചെയർമാൻ S സോമനാഥ്. ഇനി ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മോഹന്തി. ഇനി RBI ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സെബി ചെയർപേഴ്സൺ അത് മാധവിപുരി ബുജ്. റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ. UPSC ചെയർമാൻ പ്രീതി സുധൻ. UGC ചെയർമാൻ, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ചെയർമാൻ M ജഗദീഷ് കുമാർ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ M ജഗദീഷ് കുമാർ. ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ തക്ക. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ സദാനന്ദ വസന്ത്. ഫോറിൻ സെക്രട്ടറി, അതായത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. LIC ചെയർമാൻ സിദ്ധാർത്ഥ മോഹന്തി. RAW ഡയറക്ടർ, അതായത് റോ ഡയറക്ടർ രവി സിൻഹ. അപ്പോൾ ഇത്രയാണ് ഇന്ത്യ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. അത് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അതുപോലെ PSC കറണ്ട് അഫെയർസ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.